ദൈവപുത്രൻ ജനിക്കേണ്ടത് ബെത്ലഹേമിലായിരിക്കുമെന്ന മിക്ക പ്രവാചകന്റെ പ്രവചനം പൂർത്തീകരിക്കപ്പെട്ടു. യൗസേപ്പും മറിയവും രാജകൽപ്പനയനുസരിച്ച് ജനസംഖ്യാ കണക്കെടുപ്പിനുള്ള പേരെഴുതിക്കൽ നടപടികൾക്കായി ബെത്ലഹേമിലേക്ക് യാത്രയായി. അവിടെ വെച്ച് ഈശോ ജനിക്കുകയും ചെയ്തു. രാജാധിരാജനായ ദൈവപുത്രനെ പ്രസവിക്കുവാൻ ബെത്ലഹേമിൽ അവർക്കൊരു സ്ഥലം കിട്ടായകയാൽ അവർ ഒരു കാലിത്തൊഴുത്തിൽ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ച് പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തേണ്ടതായി വന്നു. ശിശു ജനിച്ച് 8-ാം ദിവസം പരിച്ഛേദനത്തിനുള്ള ദിവസമായപ്പോൾ ദൂതൻ കൽപ്പിച്ചതനുസരിച്ച് അവർ അവന് യേശു എന്ന പേര് നൽകി. മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ കുഞ്ഞിനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലേം ദേവാലയത്തിലേക്ക് കൊണ്ടുപോവുകയും ജെറുസലേം ദേവാലയത്തിൽ ചെന്നപ്പോൾ നീതിമാനും ദൈവഭക്തനുമായിരുന്ന ശിമയോൻ വന്ന് കുഞ്ഞിനെ കൈകളിലെടുക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. അതിനുശേഷം മറിയത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും. ഹെറോദസിൻ്റെ വാളിൽ നിന്നും ശിശുവിനെ രക്ഷിക്കുന്നതിനായി ഈജിപ്തിലേക്ക് പലായനം ചെയ്തത് മറിയത്തിൻ്റെ ഹൃദയത്തിലൂടെ തുളച്ചു കയറിയ ഒരു വാളായിരുന്നു. തുടർന്ന് ഹെറോദേസിൻ്റെ മരണശേഷം ഈജിപ്തിൽ നിന്നും തിരിച്ചു വന്ന് അവർ നസറത്തിൽ താമസിച്ചു. യേശുവിന് 12-ാം വയസ്സിൽ ജെറുസലേം ദേവാലയത്തിൽ വെച്ച് കാണാതായതും 3-ാം ദിവസം കണ്ടെത്തിയതും മറിയത്തിൻ്റെ ഹൃദയത്തിലൂടെ തുളച്ചു കയറിയ മറ്റൊരു വാൾ ആയിരുന്നു. രക്ഷകനായ യേശുവിൻ്റെ മനുഷ്യ അവതാര ചരിത്രത്തിൽ മറിയത്തിനുള്ള പങ്ക് വളരെ വലുതാണ്. അതുപോലെ തന്നെ വളരെയേറെ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ മറിയത്തിൻ്റെ കന്യകാവ്രതം കാത്തു സൂക്ഷിച്ച് അമ്മയെയും കുഞ്ഞിനെയും സംരക്ഷിച്ച് ദൈവപുത്രനായ ഉണ്ണിയേശുവയെ വളർത്തി വലുതാക്കിയ യൗസേപ്പിൻ്റെ മാഹാത്മ്യം വളരെ വലുതാണ്. യൗസേപ്പ് പിതാവ് ഈശോയുടെ പരസ്യ ജീവിതത്തിന് മുമ്പ് തന്നെ അധ്വാന ഭാരത്താൽ രോഗബാധിതനായി ഈശോയുടെയും മാതാവിൻ്റെയും ശുശ്രൂഷ ലഭിച്ച് മരണമടഞ്ഞു. യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അപേക്ഷ സ്വീകരിച്ച് വെള്ളം വീഞ്ഞാക്കിയ സംഭവം യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ വിവരിക്കുന്നുണ്ട്. യേശുവിൻ്റെ പരസ്യ ജീവിതകാല സംഭവങ്ങളും പീഠാനുഭവവും കുരിശുമരണവുമെല്ലാം 4 സുവിശേഷകന്മാരും വിവരിക്കുന്നുണ്ട്. യേശുവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവുമെല്ലാം മറിയത്തിൻ്റെ ഹൃദയത്തിലൂടെ തുളച്ചു കയറിയ വാളുകളായിരുന്നു. കുരിശിൽ കിടന്നുകൊണ്ട് യേശു തൻ്റെ ശിഷ്യനായ യോഹന്നാനെ അമ്മയ്ക്ക് ഭരമേൽപ്പിക്കുകയും അമ്മയെ യോഹന്നാന് ഭരമേൽപ്പിക്കുകയും ചെയ്തു. യേശു ഉയർത്തെഴുന്നേറ്റതിൻ്റെ 40-ാം നാൾ അത്ഭുതകരമായ മഹിമയോടും ജയത്തോടും കൂടി സ്വർഗാരോഹണം ചെയ്തപ്പോൾ സ്ലീഹന്മാരോടൊപ്പം പരിശുദ്ധ കന്യകാമറിയവും ഉണ്ടായിരുന്നു. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഭയചകിതരായിരുന്ന സ്ലീഹന്മാരെ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിക്കുന്നതിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 14-ാം തിരുവചനം പറയുന്നു, അവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. സെഹ്യോൻ ഊട്ടുശാലയിൽ 12 അപ്പോസ്തലന്മാരും പരിശുദ്ധ കന്യകാമറിയവും ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥനാ നിരതരായിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായ യേശു പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ അയക്കുന്നത്. ഇങ്ങനെ ഈശോയുടെ പരസ്യ ജീവിതത്തിലും രക്ഷാകര പദ്ധതിയിലും കുരിശുമരണത്തിലുമെല്ലാം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പങ്ക് വളരെ വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം.